എന്നതുപോലെ ബൂസരി ഇമാമിന് അതിങ്ങനെ നിയന്ത്രിക്കാൻ പറ്റാതെ കരയാണ്. എന്നിട്ട് മൂപ്പര് ശരീരത്തോട് ചോദിക്കാണ്, അമിൻ തദക്കുരി ജീറാനും ബിദീസലം, ജീസലമിലുള്ള ആളുകൾ ഓർത്തിട്ടാണോ നീ കരയുന്നത്? ചുട്ടുപൊള്ളുന്ന മണലിൽ തീക്കനലുകൾ ചൂടാക്കും, എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് ഞങ്ങളൊക്കെ എടുത്തു. എന്നിട്ട് ഞങ്ങളോട് പറയുന്നത് ആരെ നിഷേധിക്കാനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിഷേധിക്കണം നിങ്ങൾ. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളെ നബിയെ എൻ്റെ വീട്ടിൽ താമസിക്കുകയാണ്, ഞാൻ അവർക്ക് ഭക്ഷണം തേടി വന്നതാണ്, അതുകൊണ്ട് എനിക്കൊന്ന് വിട്ടുതരാൻ വേണ്ടി ഈ വേട്ടക്കാരോട് പറയണേ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് നമ്മുടെ എല്ലാം സന്തോഷത്തിന്, നമ്മുടെ എല്ലാം ആഹ്ലാദത്തിന് അതിരുകൾ ഇല്ലാത്ത ഒരു ദിവസമാണ്. നമ്മളൊക്കെ കാത്തിരുന്ന പ്രവാചക പ്രഭു, നമ്മുടെയൊക്കെ സ്നേഹഭാജനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഒരു ദിവസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിനോളം സന്തോഷം അതെങ്ങനെ പറഞ്ഞറിയിക്കണം എന്ന് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിന് അതിരുകൾ ഉണ്ടാകില്ല. നമ്മൾ പരമാവധി പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ സ്നേഹിക്കുക, ആ ചര്യകളൊക്കെ നമ്മൾ ഏറ്റെടുക്കുക. എത്രമാത്രം നമുക്ക് കഴിയുമോ അത്രമാത്രം നമുക്ക് ആ ചര്യ നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും എന്നത് സംബന്ധിച്ചുള്ള ചെറിയ ഒരു പരിശ്രമത്തിൻ്റെ തുടക്കമാകട്ടെ ഇന്ന് ഈ ദിവസം എന്ന് നമ്മളോട് തന്നെ സ്വയം നിയത്ത് ചെയ്തുകൊണ്ട് നമുക്ക് ഇന്ന് കഴിഞ്ഞ 11 എപ്പിസോഡുകളിലും നമ്മൾ പറഞ്ഞത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമൂഹത്തിൽ നടക്കുന്ന പല ചർച്ചകളും അതിൻ്റെ ഇസ്ലാമികമായ യഥാർത്ഥ വിധികളും അതോടൊപ്പം തന്നെ ചില ധാരണകളും തെറ്റിദ്ധാരണകളുമൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ടുള്ള ഒരു സംസാരമായിരുന്നു നമ്മൾ ഈ ഒരു 12 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു പോഡ്കാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നതെങ്കിൽ ഇന്നത്തെ ഈ ദിവസം നമ്മൾ അതൊന്നും ചർച്ച ചെയ്യുന്നില്ല. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്ക് പറയാനും മദ്ഹ് പറയാനും ഒക്കെ നമ്മൾ ഇന്ന് അത് കേൾക്കുക, വീണ്ടും വീണ്ടും പറയുക എന്നത് ഒരു ഇബാദത്തായി കാണുന്ന നമുക്ക് ഇന്നത്തെ ദിവസം മറ്റൊന്നും പറയേണ്ടതില്ല. അത് തന്നെയാണ് ഇന്നത്തെ ഈ ഒരു ചർച്ച എന്ന് പറയുന്നത്. ഉസ്താദെ, നമ്മൾ ഇന്ന് പറഞ്ഞതുപോലെ റബീഉൽ അവ്വൽ 12 നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് 2 പെരുന്നാളുണ്ട്, ഹജ്ജുണ്ട്, നോമ്പ് കാലമുണ്ട്. അതുപോലെയുള്ള ഒരു ദിവസം കൂടിയാണ് ഇന്നത്തെ ഈ ഒരു ദിവസം എന്ന് പറയുന്നത്. എത്രമാത്രം എങ്ങനെയൊക്കെയാണ് ഈ റബീഉൽ അവ്വൽ 12 അല്ലെങ്കിൽ നബി ദിനം, നമ്മൾ ഈ റബീഉൽ അവ്വൽ മാസത്തെക്കുറിച്ചാണ് 11 ദിവസവും നമ്മൾ പറഞ്ഞത്. നബി ദിനം എങ്ങനെയാണ് നമുക്ക് വ്യത്യസ്തമാകുന്നത്? എങ്ങനെയൊക്കെയാണ് നമ്മൾ ആ ദിവസത്തെ കൊണ്ടാടേണ്ടത്? അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ വിശുദ്ധമാകുന്ന ഈ റബീഉൽ അവ്വൽ ഒരു 12 കൂടി നമുക്ക് സംഗമിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകിയിരിക്കുകയാണ്. അതിൽ അള്ളാഹുവിനെ നമ്മൾ സ്തുതിക്കുകയാണ്. നമ്മുടെ പ്രേക്ഷകന്മാർക്കൊക്കെ റബീഉൽ അവ്വലിനെ അനുബന്ധിച്ച് എല്ലാവർക്കും ആശംസകൾ നേരുകയും ചെയ്യാൻ വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ദിവസത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മൾ 11 ദിവസങ്ങളിലായി പറഞ്ഞ തെളിവുകൾ, അതൊക്കെ തെളിവുകളായിരുന്നു. ഇന്ന് നമ്മളത് പ്രവർത്തിക്കുകയാണ്. ഇതുവരെ നമ്മൾ തെളിവ് പറഞ്ഞ് സ്ഥാപിക്കുകയായിരുന്നു, ഇന്ന് നമ്മൾ പ്രവർത്തിക്കുന്ന ദിവസമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പറയാണ്. അപ്പോൾ അത് പറയുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നബി തങ്ങളുടെ ചരിത്രങ്ങൾ പറയുന്നു, നബി തങ്ങൾ ഇത്തിബാഅ് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്തോഷിച്ചുകൊണ്ട് പലതും കൈമാറുന്നു. ഇതൊക്കെയാണ് നമ്മൾ ഇതിനോട് സംഭവിച്ച് ചെയ്യുന്നത്. നല്ല പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്നു. പഴയകാലത്തെ ആളുകളുടെ ചരിത്രത്തിലൊക്കെ കാണാം, അവർ നല്ല വസ്ത്രങ്ങൾ ദയയിൽ പോലും പല ആളുകളും ആശിക്യങ്ങൾ അവർ പുതിയ വസ്ത്രം ധരിക്കൽ, അത് പിന്നെ റബീഉൽ അവ്വൽ 12 ഒരു പുതിയ വസ്ത്രം അടിക്കുക. അവരന്ന് പ്രത്യേകം സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങും. അങ്ങനെയൊക്കെയായിരുന്നു അവർ കൊണ്ടാടിയിരുന്നത്. അതുപോലെ നമ്മളും നമ്മുടെ ജീവിതത്തിൽ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ അതിനുള്ള പരിമിതികളില്ലാതെ പറഞ്ഞു. ഇമാം ബൂസൂരി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ബുർദ ഷരീഫ് തുടങ്ങുന്നത് തന്നെ നമ്മൾ കണ്ടാൽ അത്ഭുതമാണ്. അദ്ദേഹം നബി തങ്ങളുടെ സ്നേഹം ഇങ്ങനെ കയറി പിന്നെ അദ്ദേഹത്തിന് സ്നേഹം നിയന്ത്രിക്കാൻ പറ്റാതെ വരികയാണ്. നിയന്ത്രിക്കാൻ പറ്റാതെ ആ സ്നേഹത്തിൽ നിന്ന് കരച്ചിൽ വരുന്നു. സന്തോഷത്തിൽ നിന്നും സ്നേഹത്തിൽ നിന്നും കരച്ചിൽ വരികയാണ്. ആ കരച്ചിൽ നിയന്ത്രിക്കാൻ പറ്റാതെയാണ് അദ്ദേഹം ബുർദ തുടങ്ങുന്നത്. അമിൻ തദക്കുരി ജീറാനിൻ ബിദി സലമി മസജ്ത ദമ്മൻ ജറാ മിൻ മുഖ്ലത്തിൻ ബിദമി അം ഹബ്ബത്തി റീഹു മിൻ തിൽഖാഇ ഖാലിമതി വഔമൽ ബർഖു ഫിൽ ദൽമാഇ മിൻ ഇളമി. അദ്ദേഹം കരയുന്നത് സ്വന്തം ശരീരത്തിൽ നിന്ന് കരച്ചിൽ നിയന്ത്രിക്കാൻ പറ്റും. നമ്മൾ ഒരു ഫസ്റ്റത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിരുന്നു, സ്നേഹം എന്ന് പറയുന്നത് ഉണ്ടാകുന്നതാണ്, അത് ഉണ്ടാക്കുന്നതല്ല. ഉണ്ടാക്കാൻ നമുക്ക് പലതും ചെയ്യട്ടോ, ചില അത് തെറ്റിദ്ധരിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ഉണ്ടാക്കി നമ്മൾ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അത് ഉണ്ടാകും. ഉണ്ടാകാൻ ചില പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പോൾ ആ പ്രവർത്തനങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ഉണ്ടാകും.
അങ്ങനെ ഉണ്ടായിട്ട് അത് നിയന്ത്രിക്കാൻ പറ്റാതാവും. സ്നേഹം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അത് ചിലപ്പോൾ പഴയ കാലത്ത് പറഞ്ഞതുപോലെ അടക്കിയാവുമ്പോൾ നമുക്ക് മടി വെക്കാൻ പറ്റും. കവുങ്ങായ പിന്നെ അത് പുറത്തേക്ക് കാണുന്നത്, അത് നിയന്ത്രിക്കാൻ പറ്റില്ല. എന്നതുപോലെ ബൂസൈമാമിന് അതിങ്ങനെ നിയന്ത്രിക്കാൻ പറ്റാതെ കരയാണ്. എന്നിട്ട് മൂപ്പര് ശരീരത്തോട് ചോദിക്കുകയാണ്, അമിൻ തദക്കുരി ജീറാനും ബിദീസലം, ജീസലമിലുള്ള ആളുകൾ ഓർത്തിട്ടാണോ നീ കരയുന്നത്? ഇത് വേറെ ആളോട് ചോദിക്കല്ല, സ്വന്തം ശരീരത്തോട് ചോദിക്കാണ്. അതുകൊണ്ടാണോ നീ കരയുന്നത്? അല്ലെങ്കിൽ അമിൻ തദക്കുരി ജീറാനും ബിദീസലമി നിന്റെ കൺതടത്തിലൂടെ നീ കണ്ണുനീരിനോട് രക്തമൊലിപ്പിക്കുന്നത്. അപ്പൊ കരച്ചില് പിടുത്തം വിട്ട് രക്തം ഒലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണോ? ആ മഹബത്തിൻ തിൽക്കായി കാലിമ, അല്ലെങ്കിൽ കാലിമയിൽ നിന്ന് വരുന്ന കാറ്റിനെ ചിന്തിച്ചിട്ടാണോ നീ ഇങ്ങനെ കരയുന്നത്? അങ്ങനെ ഓരോ മദീനയുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ പരിസര പ്രദേശങ്ങളിൽ നിന്നുള്ള കാറ്റുകൾ, ജനങ്ങൾ, അവിടുത്തെ ഇടിമിന്നലുകൾ, ഇതൊക്കെ ആലോചിച്ചാണോ കരയുന്നത് എന്ന് പറഞ്ഞിട്ട് മൂപ്പരെ കരച്ചിൽ പിടിക്കാൻ പറ്റാതെ നിൽക്കുക. പിന്നെ മൂപ്പരെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസാനം ശരീരത്തോട് പറയാണ് നിർത്തണം. ശരീരത്തോട് കരച്ചിൽ നിർത്തണം എന്ന് അടുത്ത ബീത്ത്. പിന്നെ അടുത്ത ബീത്ത് എന്ത് ചെയ്യുന്നു? എന്താ നിന്റെ രണ്ട് കണ്ണിന് പറ്റിപ്പോയത്? കുൽത്ത, നീ പറയുന്നു നീ നിർത്ത്, ഫാഹമത്ത്, അപ്പോഴത് കരയാണ്. സ്വന്തം ശരീരത്തോട് കരച്ചിൽ നിർത്താൻ പറയുമ്പോൾ വീണ്ടും കരയാണ്. എന്തു പറ്റി? ആ ബോധം തെളിയണമേ എന്ന് ബുദ്ധിയോട് പറയുമ്പോഴും പ്രേമത്തിനാൽ ബോധം കെട്ട് വീണ ഇമാം ബൂസരി തങ്ങൾ. അപ്പൊ ഈ പ്രേമത്തിന് പരിധിയില്ലാത്ത സ്നേഹം, പ്രേമം എന്നതിന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഭാഷാപരമായി. നബി തങ്ങളോട് അങ്ങേയത്തെ ഇഷ്ക്, മഹബത്ത്, അത് കൂടിയിട്ട് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ. ഇതാണ് മഹാന്മാരുടെ ചരിത്രം പരിശോധിച്ചാൽ കാണാം. അങ്ങനെ നമുക്കും സത്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അമിതമായ സ്നേഹം ഉണ്ടാവിച്ചാൽ പലപ്പോഴും ഇല്ല. പക്ഷെ നമ്മൾ മദ്രസയിൽ നിന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ത്? എനിക്ക് ഏറ്റവും ഇഷ്ടം മാതാപിതാക്കളെക്കാൾ, ഭാര്യയേക്കാൾ, എല്ലാത്തിനേക്കാൾ അസുഖം സ്നേഹിക്കാണ്. അപ്പോൾ നമ്മൾ പറയും എനിക്കും അതാണ് സ്നേഹം. അത് പറച്ചിലിൽ മാത്രമാണ് ബഹുഭൂരിഭാഗം ആൾക്കാരുണ്ടാവുക, യഥാർത്ഥത്തിൽ ഉണ്ടാവില്ല. നമ്മൾ ആഘോഷിക്കേണ്ടെന്ന് പറഞ്ഞതിനെ കുറിച്ച് ഇന്ന് ചർച്ചയില്ല. ആഘോഷിക്കുന്ന കുറിച്ച് ഞാൻ ഉദാഹരണം പറയാം. ഒരാള് അവന്റെ ഭാര്യയായിട്ട് വിട്ടിക്കുമ്പോൾ ഗൾഫിക്ക് പോകുമ്പോൾ ഓൻ കരുണ കാണാം. ഓൻ കരഞ്ഞിട്ട് പിന്നെ അവൻ അവിടെ പോയിട്ട് പിന്നെ ഗൾഫിൽ പോയാൽ എന്നും ചിലപ്പോൾ വീഡിയോ കോൾ ചെയ്യും, ചിലർ 2 ദിവസം ചെയ്യും, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെയ്യാത്തൊരു അപൂർവമായിരിക്കും. എന്നിട്ട് അവൻ ഇങ്ങോട്ട് വരാനുള്ള ചിന്ത ഇടക്കിടക്ക് ഭാര്യനെ കുറിച്ച് ചിന്തിക്കണം. ഭാര്യ ഒരു ഉദാഹരണം പറഞ്ഞാണ്, ഭാര്യനെ കുറിച്ച് ഇടക്കിടക്ക് ചിന്തിക്കണം. അവൻ സ്വപ്നത്തിൽ കാണാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ 1 വർഷം 2 വർഷം കഴിഞ്ഞപ്പോൾ 10,000, 20,000, 40,000 ലക്ഷമൊക്കെ ചിലവാക്കിയിട്ട് ചിലപ്പോൾ ഭാര്യനൊന്ന് കാണാൻ വേണ്ടി ഇവൻ വരികയാണ്. ഇതൊക്കെ ഭാര്യയുടെ സ്നേഹം കൊണ്ടാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹം ആലോചിച്ചിട്ട് എപ്പോഴൊക്കെ നമ്മുടെ കണ്ണിൽ നിന്ന് മുസ്ലിമാൻ പറഞ്ഞതുപോലെ കരച്ചിൽ വന്നിട്ടുണ്ടോ? ഭാര്യന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നിട്ടുണ്ടാവും. റസൂലിനെ ചിന്തിച്ചിട്ട് നമ്മൾ കരച്ചിൽ വന്നിട്ടുണ്ടോ? സ്വപ്നത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ കരച്ചിൽ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? കണ്ണുനീര് വരെ രക്തം അവിടെ നിൽക്കട്ടെ, അതുപോലും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും ഇല്ല. ഭാര്യനെ കുറിച്ച് ആലോചിക്കുന്നതിന് 100 പോലും ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്നും ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിക്കണില്ല. ആരെങ്കിലും പറയുമ്പോഴോ സന്ദർഭം വരുമ്പോഴോ ആലോചിക്കുന്നുണ്ടാവും. സ്വന്തമായി ഇരിക്കുമ്പോൾ, വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് റസൂല മനസ്സിലേക്ക് വരിക. ഇങ്ങനെ വരുമ്പോഴാണ് സ്നേഹം ഉണ്ടാകുക. ഇങ്ങനെ വരുമ്പോഴാണ് സ്നേഹം ഉണ്ടാകുന്നതല്ല, സ്നേഹം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ വരും. സ്നേഹം അമിതമായി വരും, തിരികെ സ്നേഹം ഇല്ല എന്നല്ല, അമിതമായ സ്നേഹം വരുമ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇതായിരുന്നു സ്വഹാബക്കളുടെ ഒക്കെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ. അവർ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് പോകുന്നു, പിന്നെ വേഗം റസൂലിന് മുന്നിൽ വന്നിരിക്കുന്നു. നമുക്ക് സ്വപ്നേ പറ്റുള്ളൂ, അവർക്ക് നേർക്ക് നേരെ ലൈവാണ് അവരുടെ, നമുക്ക് സ്വപ്നേ പറ്റുള്ളൂ മാത്രം. അങ്ങനത്തെ ഒരു സ്നേഹത്തിലേക്ക് എത്താനുള്ള ശ്രമമാണ് നമ്മൾ ജീവിതത്തിൽ ഉടനീളം, പ്രത്യേകിച്ചും ഈ റബീഉൽ അവ്വൽ 12 അന്ന് നമ്മൾ കൂടുതലായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും നമ്മളെ മനസ്സിൽ പറ്റുന്നൊരു സമയമാണ് ഈ സമയം. റസൂൽ ജനിച്ച ദിവസം എന്ന് പറയുമ്പോൾ സ്വാഭാവികം നമുക്ക് കൂടുതൽ ചിന്തിക്കുമല്ലോ. അങ്ങനെ ആ ചിന്തയിലേക്ക് നമ്മൾ എത്തിക്കുന്ന ഒരു ദിവസം കൂടി അല്ലാഹു തആല അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇനി എന്താ ചോദിക്കാനുള്ള? അതിന്റെ കൂടി ഒരു ഈ നബിദിനം എന്ന് പറയുമ്പോൾ ഒന്ന് ഗ്രഹാതുരതയാണ്. നമ്മൾ മദ്രസാകാലം മുതലേ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ഒരു ദിവസം മദ്രസയിൽ നബിദിനായിരിക്കും. നമ്മൾ അങ്ങനെ ഒരുപാട് കാലം വരും. നോമ്പിന് പോലും നമ്മള് കുട്ടികളായിരിക്കുമ്പോൾ അങ്ങനെ വരുമില്ല. പക്ഷെ അപ്പോഴും ഈ നമ്മുടെ മനസ്സിലെപ്പോൾ നബിദിനത്തിൽ ഒരു പാട്ട് പാടണം, ഒരു പ്രസംഗം പ്രസംഗിക്കണം, നബിയെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് അതുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടണം വെച്ച് 2-3 മാസം മുമ്പേ തയ്യാറെടുപ്പിലായിരിക്കും ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട്. നമ്മളൊക്കെ അതൊരു വലിയ, എപ്പോഴും നാട്ടിലെത്തിയാൽ നാട്ടിലെ മദ്രസയിലെ പരിപാടികളൊക്കെ കാണുന്ന പറഞ്ഞാൽ അതൊരു വേറെ ഒരു അനുഭൂതിയാണ്. നമ്മൾ മറ്റ് കാര്യങ്ങളൊക്കെ മദീനയുടെ മജ്‌ലിസുകളിലൊക്കെ പങ്കെടുക്കുമ്പോഴും നമ്മുടെ പഴയ ഒരു കാലമായി കുഞ്ഞായിരിക്കുമ്പോൾ നിഷ്കളങ്കമായ ബാല്യം മുതൽ നബിതങ്ങളുമായി ബന്ധപ്പെടുന്ന ആ സംഭവം. അപ്പോൾ പലപ്പോഴും ഇരിക്കുമ്പോൾ നബിതങ്ങളുടെ ഒരു ബാല്യകാലത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കാറുണ്ട്. നബിതങ്ങളുടെ ബാല്യകാലം എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ അങ്ങനെ മാത്രം ആലോചിച്ചാൽ മറ്റ് യുക്തികളിലേക്കൊന്നും പോകാതെ തന്നെ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ നബി നിറയാൻ അത് മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാല്യകാലം ആലോചിച്ച് നോക്കിയാൽ പിന്നെ നമ്മൾ
ഇപ്പോൾ മറ്റേ പാട്ടുണ്ട് ലോമന മുഹമ്മദിനെ എന്ന് പറഞ്ഞൊരു പാടം പറഞ്ഞില്ല. ഒത്തിനയച്ചില്ല അപ്പോൾ ഓമനിക്കാൻ. ഈ ഭൂതലത്തിൽ എത്തുന്ന മുമ്പേ ബാപ്പ പിരിയുകയാണ്. അപ്പോൾ അനാഥനായ യതീമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിലേക്ക് വരുന്നു. അപ്പോൾ ഉപ്പായുടെ ഒരു കരുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഒരു 6 വയസ്സാകുമ്പോഴേക്ക് ഉപ്പാന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ പോകുമ്പോഴാണ് അബവായിൽ വെച്ചിട്ട് ആമിന ബീബി റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത്. ഉപ്പാന്റെ ഖബറൊക്കെ കാണിച്ചു കൊടുത്ത് ഇവിടെയാണ് മോനെ ഉപ്പ ഉള്ളത്. നബി തങ്ങൾ ആ ഒരു അത് കഴിഞ്ഞ് ഉമ്മയും ഉപ്പയും ഇല്ലാതാകുമ്പോൾ പിന്നെ ജ്യേഷ്ഠനില്ല, അനിയനില്ല, ഒരു സഹോദരിമാരില്ല, ആരും ഇല്ലാത്ത. അപ്പൊ പൂർണ്ണമായൊരു നബിതങ്ങൾ അനുഭവിച്ച ആ ഒരു നമ്മുടെ ഒരു കാലവും ആ നബിതങ്ങളുടെ ആ ഒരു കാലവും ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്ത ഒരു എങ്ങനെ അത് വിവരിക്കേണ്ടതെന്ന് അറിയില്ല. അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് വരുന്ന ഒരു വികാരം അത് വേറെ തന്നെയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചത് പിന്നീട് ഒറ്റക്ക് നിന്ന് ഒറ്റക്ക് നമ്മളൊക്കെ ചെറുപ്പത്തിലുണ്ടായിരുന്ന ഒറ്റക്ക് നിന്ന് രാത്രി ഇപ്പം വീട്ടിൽ ഉമ്മയും ഉപ്പയൊന്നും ഇല്ലാണ്ട് ചിലപ്പോൾ ഉമ്മാന്റെ വീട്ടിലൊക്കെ പോയി നിൽക്കും. പക്ഷെ രാത്രി ആകുമ്പോൾ നമുക്ക് ഉമ്മ ഉപ്പ എന്നൊക്കെ ഒരു നമ്മള് ഇപ്പൊ വീട്ടിലൊക്കെ വരുമ്പോൾ കുടുംബക്കാരൊക്കെ പറയും അന്ന് അവിടെ വന്ന് നിൽക്കാൻ വന്നപ്പോൾ രാത്രി ഇങ്ങോട്ട് കൊണ്ടുവന്നാക്കിയിട്ടുണ്ട് ഉമ്മാനെ കാണണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതില്ലാതിരിക്കുന്ന ഒരു ബാല്യകാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു പോയിട്ടുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അപ്പൊ നമുക്ക് എങ്ങനെയാണ് അങ്ങനെയുള്ളൊരു നബി, പിന്നെ അങ്ങോട്ടുള്ള ജീവിതം ഇങ്ങനെ ഓരോ ഘട്ടങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും പരീക്ഷണങ്ങൾ താണ്ടി താണ്ടി വന്ന് അല്ലെ നിബിധങ്ങൾക്ക് തണലേകിയ ആളുകൾ ഓരോന്നോരോന്നായി ഇവിടെ പറഞ്ഞു പോകുന്നു. ഇങ്ങനെയുള്ള ഒരു നിബിധങ്ങളുടെ ജീവിതം, ആ നിബിധങ്ങൾ നമ്മളോട് ക്ഷമിക്കണം എന്ന് പറയുന്നു. അല്ലെ 6 മക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ ജീവിതകാലത്ത് നിബിധങ്ങൾ 6 മക്കളുടെ ജനാസ നിബിധങ്ങളുടെ കൈകൊണ്ടാണ് ഖബറിലേക്ക് വെക്കുന്നത്. ആ നബിതങ്ങളാണ് നമ്മളോട് പറയുന്നത് നിങ്ങൾ ക്ഷമിക്കണം. സ്വഹാബത്തിനോട് പറയുന്നത്. ഇപ്പം സ്വഹാബത്തൊക്കെ സഹിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നിട്ട് പരാതി പറയുന്നുണ്ട് സ്വഹാബത്ത്. പിന്നെ മക്കയിലിരിക്കുന്ന കാലത്ത് പീഡനങ്ങൾ സഹിക്കാൻ വയ്യാതെ ഞങ്ങൾക്ക് വേണ്ടി ദ്വാരക്കുന്നില്ലേ നബി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ചോദിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മടക്കി അയക്കുന്നത് ഇതിനേക്കാൾ വലിയ ഘട്ടങ്ങൾ നമ്മുടെ മുൻഗാമികൾ കടന്നു പോയിട്ടുണ്ട് വിശ്വാസം സ്വീകരിച്ചതിന്റെ പേരിൽ. എന്നിട്ട് അവരെ മടക്കി അയക്കുകയാണ്. ആ സ്വഹാബി ഹബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു അവര് ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിൽ ഇരുന്നിട്ട് അവരിങ്ങനെ സ്വഹാബത്തൊക്കെ ആദ്യകാല മുസ്ലിങ്ങളിൽപ്പെട്ട ആളാണ് ഹബ്ബാബ് റളിയല്ലാഹു അൻഹു. അപ്പോൾ സ്വഹാബത്ത് മറ്റുള്ളവരൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഈ മക്ക കാലത്ത് നിങ്ങൾക്ക് നേരിട്ട പീഡനങ്ങൾ എന്തായിരുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് നബിതങ്ങളുടെ കൂടെ നിന്നതിനാണ്. അവർക്ക് വേണമെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. വേണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ അവർക്ക് എല്ലാം കിട്ടുമായിരുന്നു. അവർ ഓഫർ ചെയ്തിരുന്നു. അപ്പൊ എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ നിന്നപ്പോൾ എന്താ നിങ്ങൾക്ക് ഉണ്ടായതെന്ന് ചോദിക്കുമ്പോൾ അവർ മറുപടി വാക്കൊണ്ടല്ല പറയുന്നത്. ഷർട്ട് ഇങ്ങനെ പൊക്കിയിട്ട് കാണിച്ചു കൊടുക്കാണ്, കുപ്പായ ഒരു കാണിച്ചു കൊടുക്കുമ്പോൾ പുറംഭാഗം മുഴുവനും കുഴിഞ്ഞു കിടക്കുന്നുണ്ട്. ശരീരത്തിൽ മാംസം അടർന്നു പോയിട്ട് ശരീരം കുഴിഞ്ഞു കിടക്കാണ്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട് എന്താണ് ഇതെന്ന് ചോദിക്കുമ്പോൾ പറയാണ് ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ കാലത്ത് നബിതങ്ങളിൽ ആദ്യമായി വിശ്വസിച്ചതിന്റെ പേരിൽ ഞങ്ങളോട് ചെയ്ത ക്രൂരത എന്ന് പറഞ്ഞാൽ ചുട്ടുപൊള്ളുന്ന മണലിൽ തീക്കനലുകൾ ചൂടാക്കും, എന്നിട്ട് അതിന്റെ പുറത്തേക്ക് ഞങ്ങളെ കിടത്തു, എന്നിട്ട് ഞങ്ങളോട് പറയുന്നത് ആരെ നിഷേധിക്കാനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിഷേധിക്കണം നിങ്ങൾ. പക്ഷെ ആ വേദന, തീവ്രമായ വേദന, മാംസം പൊള്ളി അടർന്ന് കരിഞ്ഞു മണക്കുമ്പോൾ പോലും അള്ളാഹുവിന്റെ റസൂലിനോട് അവരൊരിക്കലും ഒരു വാക്കുകൊണ്ട് പോലും നബിതങ്ങൾ നോവണം എന്ന് അവർ കരുതിയിട്ടില്ല. അത്രമേൽ അദമ്യമായ സ്നേഹമാണ് സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാണിച്ചിട്ടുള്ളത്. അവരിലാണ് നമുക്ക് മാതൃകയുള്ളത്. നമ്മുടെ സ്നേഹം എത്രയെന്നുള്ളത് ഈ സംഭവങ്ങളിലൂടെ ഒക്കെ നോക്കിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? അന്നബിയു ഔലാബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, ശരീരത്തെക്കാളും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാകണം നബി തങ്ങൾ, ഏറ്റവും ബന്ധപ്പെട്ടവരാണ്. ഇപ്പം എനിക്കൊരു ഹാപ്പി മൊമെന്റ്, ഒരു നല്ല സന്തോഷമുള്ള ഒരു അവസ്ഥ വന്നാൽ സ്വാഭാവികമായിട്ടും ഞാൻ ഏറ്റവും നന്നായി വസ്ത്രം ധരിക്കും. ഇപ്പം ഈ പരിപാടിക്ക് വരാൻ ഞാൻ എൻ്റെ വസ്ത്രങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല വസ്ത്രട്ടാണ് വന്നത്, കാരണം ഇതൊരു സന്തോഷമുള്ള വേളയാണ്. അപ്പോൾ നമ്മളുമായി ബന്ധപ്പെട്ട് സന്തോഷം വരുന്ന ഒരു വിഷയത്തിൽ നമ്മൾ നല്ല വസ്ത്രങ്ങളും മറ്റൊക്കെ ധരിക്കുന്നെങ്കിൽ നമ്മളെക്കാൾ, നമ്മുടെ ശരീരത്തെക്കാൾ നമ്മൾ സ്നേഹിക്കേണ്ടത് നബിതങ്ങളെയാണെന്ന് പറയുന്നു. എന്നിട്ട് ആ ഒരു ദിവസത്തിൽ വരുമ്പോൾ നമുക്കൊരു പുതിയ വസ്ത്രം ഇടാൻ തോന്നുന്നില്ല, നമുക്ക് അന്ന് ഒരു നല്ല ഭക്ഷണം കഴിക്കാൻ, നമ്മുടെ വീട്ടുകാർക്ക് നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ, ഒരു മധുരം വിതരണം ചെയ്യാൻ, നമ്മുടെ ഒരു സന്തോഷം പ്രകടിപ്പിക്കാൻ തോന്നുന്നില്ല എന്ന് പറയുന്നത് നേരത്തെ മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ നമ്മൾ നബിയെ സ്നേഹിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ നമ്മുടെ കർമ്മങ്ങൾ നേരെ വിരുദ്ധമാണെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. റസൂലുള്ളാഹി തങ്ങളുടെ ഒരു ചരിത്രത്തിൽ എന്നെ സ്ട്രൈക്ക് ചെയ്ത ഒരു വിഷയം, 2 വിഷയങ്ങളാണ്. നമുക്ക് ഒരുപാട് വിഷയങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്ന ചില 2-3 ഘട്ടങ്ങളുണ്ട്. അതിലൊന്ന് ഈ ബിലാൽ റളിയല്ലാഹു അൻഹു മദീനത്ത് റസൂലിന്റെ മരണശേഷം മദീന വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് തിരിച്ച് എന്താ ബിലാലെ നീ പോകാത്ത, പിന്നൊന്ന് ബാങ്ക് വിളിക്കാൻ പറയുന്ന ആ ഒരു രംഗവും, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന ആ മുഹമ്മദ് എന്നിടത്തേക്ക് എത്തുമ്പോൾ ഇടറി പോകുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ ഉസ്താദ് പറഞ്ഞ പോലെ തന്നെ ബിലാൽ റളിയല്ലാഹു അൻഹു ഏറ്റ ഒരു പീഡനം ഉണ്ടല്ലോ, ബിലാൽ റളിയല്ലാഹു മോചിപ്പിക്കുന്ന ഒരു രംഗമുണ്ടല്ലോ.
അപ്പോൾ ഇത്രയും പീഡനമേറ്റ് റസൂലുള്ളാഹി തങ്ങളോടൊപ്പം മരണം വരെ മദീനയിൽ ബാങ്ക് വിളിക്കുന്നു, തുടരുന്നു. അതിനുശേഷം ആ ഹുബ്ബ് കൊണ്ട് ഇനിയും മദീന വേണ്ട എന്ന് പറയുമ്പോഴുള്ള ആ ഒരു ആഷിഖിന്റെ ഇഷ്ക് എന്ന് നമ്മൾ അതെ, അതെ. വെറുതെ പാട്ട് പാട്ട് പറയാറുണ്ട്. പറയാനാണ്. ആഷിഖിന്റെ ഇഷ്ക് നമ്മൾ കാണുന്ന ഒരു സന്ദർഭമാണത്. മറ്റൊന്ന്, നമ്മൾ ഈ കാലഘട്ടത്തിലേക്ക് റസൂലുള്ളാഹി തങ്ങളുടെ ഒരു സന്ദേശം പലരും ഇസ്ലാമിനെ പല തരത്തിൽ വക്രീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹജ്ജത്തുൽ വദാഇന്റെ ഒരു പ്രസംഗം വളരെ പ്രബലാണ്. ആ. കാരണം നമ്മൾ ഒരു അതീശത്വം ഇല്ല. നമ്മൾ സാധാരണ നമ്മളെ കുറിച്ച് പറയേണ്ടത്, നമ്മൾ ഒരു കാലത്ത് വലിയ പോക്കിരിയായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് എല്ലാ സൗകര്യങ്ങളുണ്ട്. അവിടെ നിന്ന് നമ്മൾ നിന്ദ്യരാക്കി ആട്ടി ഓടിക്കപ്പെടുകയാണ്. നീ ഇവിടെ നിൽക്കണം. ഇന്നിപ്പോൾ ഗാസയിലെ ജനങ്ങൾ അനുഭവിക്കുന്നത് പോലെയുള്ള ഒരു പ്രയാസം. അവരെ ആട്ടി ഓടിക്കുകയാണ്, അവരെ ക്രൂരമായി മർദ്ദിക്കുന്നു. അവരുടെ അസ്തിത്വം, അവരുടെ വ്യക്തിത്വം, വിദ്യാഭ്യാസം, സ്വാതന്ത്ര്യം, ജനാധിപത്യം എല്ലാം അടിച്ചമർത്തി ആട്ടി ഓടിപ്പിക്കപ്പെടുകയാണ് റസൂൽ ജനിച്ച നാട്ടിൽ നിന്ന്, മക്കയിൽ നിന്ന്. പിന്നീട് റസൂൽ ലോകം അറിയപ്പെടുന്ന വലിയൊരു ചക്രവർത്തിയായിട്ട് മാറുന്നു, ഒരു അധിപനായി മാറുന്നു. എന്ത് പറഞ്ഞാലും, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ റസൂലിന്റെ തുപ്പല് പോലും ഏറ്റെടുക്കാൻ ആളുകളുള്ള, ആ റസൂല് പറഞ്ഞാൽ ലോകത്തെ ആ സഹാബാക്കൾക്ക് സാധിക്കാത്ത ഒന്നുമില്ല. അങ്ങനെ ഒരു സഹാബി പട അല്ലെങ്കിൽ കൂട്ടം അതെ. അനുയായി വൃന്ദമായിട്ട് വിശ്വസ്തരായിട്ട് നിൽക്കുക. അതിൽ ചതിയില്ല. പല ചക്രവർത്തിമാരെയും ചതിച്ച അതെ, അതെ. കഥകളുണ്ട്, പക്ഷെ ഇവിടെ ചതിയില്ല. അപ്പൊ അത്രക്ക് വിശ്വസ്തരായ ഒരു ടീം ഉണ്ടായിട്ട് റസൂല് ആ ഒരു കാലം വരെ തിരിച്ച് മക്കയോട് യുദ്ധം പ്രഖ്യാപിക്കാൻ പോയില്ല എന്ന ചരിത്രം നമ്മൾ ഹജ്ജത്തുൽ വദാഅ് പറയുമ്പോൾ എന്തുകൊണ്ട് റസൂലിന് പോകാൻ പറ്റിയില്ല? ഇപ്പൊ ബദർ ഉദാഹരണമാണ്, മലക്കുകളുടെ സഹായമുണ്ട്. പക്ഷെ റസൂൽ എന്തുകൊണ്ട് വീണ്ടും ആ ഖുറൈശികളോട് ഏറ്റുമുട്ടാൻ ആ കാലം വരെ പോയില്ല എന്നതൊന്ന്. രണ്ട്, പോയ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വലിയ മാപ്പ് കൊടുക്കുകയും അവരെ മോചിപ്പിക്കുകയും, ആ ഒരു നമ്മൾ ഇസ്ലാമിനെ വക്രീകരിച്ച് ചിന്തിക്കുന്ന ആളുകൾ ഈ ഒരു പാഠം മാത്രം നൽകുമ്പോൾ നമ്മൾക്ക് യഥാർത്ഥത്തിൽ മക്ക ഫതഹിന്റെ മക്കം ഫതഹിന്റെ ആ ഒരു തങ്ങൾ നൽകുന്ന ഒരു സന്ദേശം, ഇത് വലിയൊരു സന്ദേശമായിട്ട് നമുക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാനും അഭിമാനത്തോടു കൂടി പറയാനും കഴിയും എന്നുള്ളതാണ്. എങ്ങനെ ഉസ്താദെ അതിനൊന്ന് ക്രോഡീകരിക്കുക എങ്ങനെയാണ് ഈ ഒരു സന്ദർഭം നമ്മൾ ഈ ഒരു കാലഘട്ടത്തിലേക്ക് ഒന്ന് കൂട്ടി വായിക്കുമ്പോൾ? ഇപ്പോൾ നമ്മൾ മൂന്നാളും മൂന്ന് ഭാഗത്തിലൂടെയാണ് സംസാരിച്ചത്. ഉം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃകാപരമായ വിഷയങ്ങൾ ഏത് വിഷയത്തിലെടുത്താലും ഇങ്ങനെയാണ് എന്നതുകൊണ്ട് അത് ക്രോഡീകരിക്കാൻ മനുഷ്യൻ ആസക്തനാണ് എന്നതാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ യാഥാർത്ഥ്യം. യാഥാർത്ഥ്യം. ഏത് വിഷയം നമ്മൾ എടുത്ത് പരിശോധിച്ചാലും ആ ഭാഗത്തിൽ ലഭിതങ്ങളോളം എത്തുന്ന വേറാളുണ്ടാവില്ല എന്ന് മാത്രമല്ല, നമുക്കാർക്കും സാധിക്കാത്ത ഒരു ഘട്ടത്തിൽ ലഭിതങ്ങൾ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഏതെങ്കിലും ഒരു രണ്ടോ മൂന്നോ വിഷയങ്ങൾ എത്തിയിട്ട് അതിൽ ലഭിതങ്ങളെ നമുക്ക് വരച്ചിട്ട് ഈ വരയിൽ പരിധിയിൽ നിന്ന് പറയാൻ സാധിക്കാത്ത ഒരവസ്ഥയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവസ്ഥകൾ എന്ന് പറഞ്ഞത്. നമുക്കൊരിക്കലും അത് വർണ്ണിച്ച് തീർക്കാനോ പറഞ്ഞു തീർക്കാനോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇമാം ബൂസീരി തങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആർക്കെങ്കിലും പറഞ്ഞു തീർക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ അവർ അത് പറയുമായിരുന്നു, പക്ഷെ അത് സാധിക്കൂല. അപ്പം നമുക്ക് ഒരാൾക്ക് അത് പിന്നെ കൃത്യമായിട്ട് ഇപ്പം നിങ്ങൾ പറഞ്ഞൊരു വിഷയം, ആ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനുഷ്യത്വം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാനുഷികത അത് വിശദീകരിച്ച് നമുക്ക് ഒരിക്കലും തീർക്കാൻ പറ്റില്ല. ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന വഹ്ശിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാപ്പ് കൊടുത്ത് സ്വഹാബിയാക്കുന്നത്, അങ്ങനെ ഹംസ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യ കാലഘട്ടം മുതൽ ഫുൾ സംരക്ഷണം നൽകിയാണ്. എളാപ്പയാണ് എന്നതല്ല, എല്ലാ സംരക്ഷണവും നൽകി ഇസ്ലാമിനെ വളർത്തിയ ആളാണ്. അങ്ങനത്തെ ഹംസ റളിയല്ലാഹുവിനെ കൊല്ലില്ല, അത് ഹംസ റളിയല്ലാഹുവിനെ വധിച്ചിട്ട് അതിൻ്റെ ശരീരം വികൃതമായി കുത്തിക്കീറിയിട്ട് പിന്നെ കരളെടുത്ത് കടിച്ചു കൊന്ന ആൾക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാപ്പ് കൊടുക്കുന്നത്. അങ്ങനെയുള്ള ഒരുപാട് ഘട്ടങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നബിതങ്ങൾ ഏറ്റവും വലിയ ശത്രുവാണ് അബൂജഹിൽ. അബൂജഹിലിന്റെ മകൻ ഇക്ലിമ റളിയല്ലാഹു അൻഹു ഏറ്റവും വലിയ സ്വഹാബിയായിട്ട് മാറുകയാണ്. അവർക്ക് നബിതങ്ങൾ സ്വീകരിക്കണം. അങ്ങനെ നമ്മൾ ഓരോ ജീവികളുടെ നമ്മൾ ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഒരു ചരിത്രത്തിൽ ഇങ്ങനെ കാണാം, ഒരു മാൻപേടകത്തെ വേട്ടയാടി പിടിക്കപ്പെട്ട വേട്ടക്കാരൻ വേട്ടയാടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ അതിൽ നടന്നു പോകുമ്പോൾ നബിതങ്ങൾ ആ മാൻ വേട്ടക്കാരൻ അതിനോട് എൻ്റെ വിഷയം നബിതങ്ങൾ പറയാണ്, എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങളെ നബിയെ എൻ്റെ വീട്ടിൽ താമസിക്കുകയാണ്, ഞാൻ അവർക്ക് ഭക്ഷണം തേടി വന്നതാണ്, അതുകൊണ്ട് എനിക്കൊന്ന് വിട്ടു തരാൻ വേണ്ടി ഈ വേട്ടക്കാരനോട് പറയണമാണ്. അപ്പോൾ നബിതങ്ങൾ ഇത് പറഞ്ഞപ്പോൾ വേട്ടക്കാരൻ നബിതങ്ങളെ ചീത്ത പറയാണ്. അയാൾക്ക് നബിയാവൊന്നും അറിയില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അയാൾ ചീത്ത പറയാണ്, വേട്ടയാടി പിടിച്ച മാനിനെ ആരെങ്കിലും വെറുതെ വിട്ടുകൊടുക്കുമോ? ഞാനിതുവരെ എനിക്ക് ഭക്ഷണത്തിന് വേണ്ടി വേട്ടയാടാൻ വന്നല്ലേ. അപ്പോൾ ഈ മാൻ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നബിയെ എന്നാൽ ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് ആ മാൻ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത് ഇനി നിങ്ങളെ ഉമ്മ വരൂല, നിങ്ങൾ സ്വന്തമായി ഭക്ഷണം തേടി പോകണം, ഞാൻ മാൻ വേട്ടക്കാരൻ്റെ ഭക്ഷണമാകാൻ പോവുകയാണ് എന്ന് പോയി പറഞ്ഞു വരാനുള്ള ഒരു സമയം, ഒരു സമ്മതം എനിക്ക് വാങ്ങിത്തരണം, ഞാൻ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരാം. ഇത് പറഞ്ഞപ്പോൾ ഇയാൾ വീണ്ടും ദേഷ്യപ്പെടുകയാണ്. വേട്ടയാടി പിടിക്കപ്പെട്ട ഒരു മാനിനെ വിട്ടുകൊടുത്താൽ ആ മാൻ തിരിച്ചു വരുമോ? ഇതെന്ത് വിഡിത്താണ്?
ഈ മാനെ ഞാൻ വിട്ടുകൊടുക്കണമെന്നാണ്. അപ്പോൾ അതിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഹ്മത്താണ്, റഹ്മത്തുൽ ആലമീനല്ലേ. അപ്പോൾ നബി തങ്ങൾ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുകയാണ് ഈ മാനിന് വേണ്ടിയിട്ട്. ഒരു വേട്ടയാടി പിടിച്ച മാനെ അങ്ങോട്ട് കൊന്നോട്ടെ എന്ന് വെക്കല്ല, ആ മാൻ ആവശ്യപ്പെട്ട എന്തെങ്കിലും വീണ്ടും വീണ്ടും ആവശ്യപ്പെടാൻ. അവസാനം ഇയാൾക്ക് ദേഷ്യം പിടിച്ച ഒരാളെ പറയാണ്, എന്നാൽ ഞാൻ ഒരു ഡിമാൻഡ് വെക്കാം, ഈ മാൻ തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ നിങ്ങളെ ഞാൻ ഇത് കാരണമായിട്ട് വധിച്ചു കളയും. അത് നിങ്ങൾ റെഡിയാണോ? ജാമ്യം നിൽക്കാൻ റെഡിയാണോ? ഏത് ജാമ്യം? പൈസക്കല്ല ജാമ്യം, ജീവൻ പണയം വെക്കാൻ തയ്യാറാണെന്ന ചോദ്യം ഒരു മാനിന് വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ തയ്യാറാണ്. ഇതൊക്കെ വിമർശകർക്ക് വേണ്ടി പറയുന്നല്ലോ കേട്ടോ. നബി തങ്ങൾ സ്നേഹിക്കുന്നവർക്ക് ഈ ചരിത്രം അംഗീകരിക്കാൻ പറ്റുള്ളൂ. കാരണം അത്തരം ഗ്രന്ഥങ്ങൾ വന്ന ചരിത്രമാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തയ്യാറാണ്. അങ്ങനെ മാൻ പോവാൻ. ആ മാൻ പോയിട്ട് പിന്നെ സമയമാകുന്നതിൻ്റെ മുമ്പ് ആ മാൻ തിരിച്ചു വരുന്നു. എവിടേക്കാണ് വരുന്നത്? അറക്കാൻ വേണ്ടി മാൻ വേട്ടക്കാരൻ്റെ മുന്നിലേക്ക് ജീവൻ പണയം വെച്ച് വരികയാണ്. കാരണം നബിതങ്ങളെ ജാമ്യം നിർത്തിയിട്ടേ പോകാൻ. അതിൽ നബിതങ്ങളുടെ സ്നേഹം നമ്മൾ നോക്കണം. ആ മാൻ തൊണ്ട ജീവൻ കൊടുക്കാൻ പോവാണ്. കാരണം ഇവിടെ കൊല്ലാനാളല്ലേ വരുന്നത്. മാൻ അവിടെ പോയി നിശ്ചയിച്ച സമയത്തിന് മുമ്പ് മാൻ തിരിച്ചു വരികയാണ്. മാൻ വേട്ടക്കാരൻ വാള് പിടിച്ചെങ്കിൽ നിൽക്കുകയാണ്. എന്തായാലും മാൻ വരില്ല, ഇയാളെ വിട്ട് കൊല്ലണം, എന്നെ സ്വീപ്പാക്കിയ ആളെ എന്ന് വിചാരിച്ചിട്ടാണ് വാള് പിടിച്ചിരിക്കുന്നത്. സമയത്തിന് മുമ്പ് മാൻ തിരിച്ചു വരുമ്പോൾ അയാൾ കൈ വറച്ചിട്ട് വാള് നിലത്ത് വീഴാണ്. അയാൾ ഇത് ആരാണെന്ന് അന്വേഷിക്കുകയാണ്. ഇതാണ് നമ്മുടെ മൗലിക കിതാബിൽ വാതാക്കൽ അഊദു യബ്ഖി വതദല്ലൽ ബൈന യദൈക വസ്തജാറക യാ ഹബീബി ഇൻദകൽ ലബിയുൻ നഫൂറു. ഇൻദകൽ ലബിയുൻ നഫൂർ ഈ ചരിത്രമാണ് സൂചിപ്പിച്ചുകൊണ്ടാണ് ബെയ്ത്ത് വരുന്നത്. അപ്പോൾ ഇത് നൂറുകണക്കിന് ചരിത്രങ്ങൾ ഈ ബെയ്ത്തുകളൊക്കെ സൂചിപ്പിച്ചാണ്. നമ്മൾ അത്തരം വിഷയങ്ങൾക്ക് മൗലിദിലേക്ക് പോയിട്ടില്ല. അത്തരം സംഭവങ്ങൾ ഒരു മാൻ വന്ന് നബിതങ്ങൾ കാണിച്ച് ഈ ഒരൊറ്റ സംഭവം എത്ര വലിയ സമാധാനവാദിയാണെങ്കിലും സ്നേഹവാദിയാണ് ലോക ചരിത്രത്തിൽ ഇങ്ങനൊരു സംഭവം കാണാൻ പറ്റൂല. ഇത്രയും വലിയ റഹ്മത്തുള്ളവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മാനിൻ്റെ ചരിത്രത്തിൽ, കല്ലിൻ്റെ ചരിത്രത്തിൽ, മൃഗത്തിൻ്റെ ചരിത്രത്തിൽ, മരത്തിൻ്റെ ചരിത്രത്തിൽ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് ഒരിക്കലും പറഞ്ഞു തീർക്കാൻ സാധിക്കുന്ന ഒന്നല്ല, നമുക്ക് ചിത്രീകരിച്ച് തീർക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് നമുക്കത് പറഞ്ഞ് അവസാനിപ്പിക്കുക എന്നല്ലാതെ അവസാനിച്ചിട്ട് അവസാനിപ്പിക്കാം എന്ന് കരുതിയാൽ നടക്കുന്ന കാര്യമില്ല എന്നർത്ഥം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സത്യമായിട്ടും ഈ ഒരു എപ്പിസോഡ് ഞങ്ങൾ ആരംഭിക്കുമ്പോൾ, സുപ്രഭാതത്തിൻ്റെ പോഡ്കാസ്റ്റ് എന്ന ഒരു പുതിയ സംരംഭം ആരംഭിക്കുമ്പോൾ, കഥകൾ പറയാൻ, കേൾക്കാൻ, സത്യങ്ങൾ മനസ്സിലാക്കാൻ, തിരുത്തലുകൾ ആവശ്യമുള്ളവർക്ക് അത് തിരുത്താൻ, അത് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പഠിക്കാൻ ആവശ്യമായ ചില ചെറിയ സംസാരങ്ങൾ മാത്രമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചതെങ്കിലും 20 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന സംസാരങ്ങളിൽ ഒരുപാട് പഠിക്കാനും ചിന്തിക്കുവാനുമുള്ള വിഷയങ്ങൾ ഞങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് സമർപ്പിച്ചു എന്ന ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഇന്നത്തെ ഈ ഒരു 12 എപ്പിസോഡുകളും ഈ ഒരു റബീഉൽ അവ്വൽ 12 കൂടി ഇവിടെ സമാപനം കുറിക്കുന്നത്. ഈ 12 ദിവസവും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ബഹുമാന്യനായ ഉസ്താദ്, ഒരുപാട് ശിഷ്യ സമ്പത്തുകളുള്ള വലിയ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന വഹാബ് ഹൈത്തമി ഉസ്താദാണ്. ഒന്ന് നമുക്ക് വിശദീകരണം നൽകാനും ഒപ്പം തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കാനും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ഉസ്താദിൻ്റെ തന്നെ ശിഷ്യനും നമുക്കൊക്കെ വളരെ വേണ്ടപ്പെട്ട, നമ്മൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ജുനൈദ് ഹൈത്തമി ആണ് രണ്ടാമത്തെ ആൾ. ഹൃദ്യമായ നന്ദി സുപ്രഭാതത്തിൻ്റെ പേരിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ഇവിടെ സമർപ്പിക്കുകയാണ്. ഒപ്പം ഈ ഒരു ചർച്ച തുടരണം, ഇത്തരത്തിലുള്ള ചർച്ചകൾ ഇനിയും ആവശ്യമാണ് എന്നാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോക്ക് താഴെ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും നമ്മുടെ കൂടെ ഇത്തരം സംവാദങ്ങൾക്ക് ഇവരും ഇതോടൊപ്പം തന്നെ മറ്റ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, വ്യത്യസ്ത വിഷയങ്ങളിൽ നമുക്ക് സംസാരിക്കാൻ കഴിയുന്ന, നമ്മുടെ പ്രതീക്ഷയുള്ള, സത്യം മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ പറയാൻ നമുക്ക് സംവിധാനങ്ങൾ നമ്മളിവിടെ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട് എന്ന് വളരെ സ്നേഹപൂർവ്വം അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നബിദിനാശംസകൾ നേർന്നുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയവുമായി പിന്നീട് മറ്റൊരു സമയത്ത് നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.